ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 62,800 ഒരു 63,000 റേഞ്ചാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതും ഒരു അപ് ട്രെൻഡ് തന്നെയാണ്. ഏകദേശം ഡൗൺ എന്ന രീതിയിലോട്ടല്ല, സൈഡ് വേസ് അപ് ട്രെൻഡ് തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 2,344. മുമ്പോട്ട് ഞാൻ വീഡിയോ പറയുന്നതാണ്, ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഡൗണിലോട്ട് പോയി കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി ഷിബയുടെ പ്രൈസ് നോക്കുക. ഏകദേശം ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഷിബയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിബ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് സെറ്റ് പ്രോജക്റ്റാണ്. അതായത് പെട്ടെന്ന് മാർക്കറ്റിൽ വേണമെങ്കിൽ ഒരു ട്രെൻഡ് ചേഞ്ച് ആവാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഷിബ എന്ന് പറയുന്നത്. ഷിബ ഇപ്പോൾ എലോൺ മാസ്ക് വന്നിട്ട് ട്വിറ്ററിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ 2,400 നിൽക്കുന്നത് USDT മാർക്കറ്റിൽ. പെട്ടെന്ന് വേണമെങ്കിൽ ഒരു 4,000 വേണമെങ്കിൽ പോകാം. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ഷിബ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വേണമെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് വേണമെങ്കിൽ പോകാം. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിരുന്നാലും ടേക്ക് പ്രോഫിറ്റ് ആയിരുന്നാലും നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത് വെക്കുക. കാരണം പെട്ടെന്ന് ഹൈയിലോട്ട് പോയിട്ട് പെട്ടെന്ന് ഡൗണിലോട്ട് വീഴാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നേരത്തെയുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് എടുത്ത് നോക്കുക. ഓപ്പണിങ്ങും പ്രൈസും ക്ലോസിംഗ് പ്രൈസും എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ സെൽ ടാർഗറ്റ് ഏതാണോ അത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് CET എന്ന് പറയുന്നത് അപ് ട്രെൻഡ് തന്നെയാണ് നിൽക്കുന്നത്. മിക്ക പ്രോജക്റ്റ് ഏകദേശം ഒരു അപ് ട്രെൻഡ് തന്നെയാണ് നിൽക്കുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി ക്രാഷ് ആവുകയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ പ്രോജക്റ്റും നല്ല രീതിയിൽ ഡൗണിലോട്ട് വരികയുള്ളൂ. ഏകദേശം നമ്മുടെ കാർഡിനോ ഇപ്പോഴും ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ കാർഡിനോ ബൈ ചെയ്യാം 0.44 പ്രൈസ് റേഞ്ചിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ വീണ്ടും 0.20 പോകുന്നതായിരിക്കും. അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ ഈ 0.44 നിന്ന് വീണ്ടും 0.80 ബ്രേക്ക് ചെയ്ത് $1 റേഞ്ചിലോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കാർഡിനോ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്. അടുത്ത വെർജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അടുത്ത് BNB എന്ന് പറയുന്നത് അത്ര വോളിയം വളരെ കുറവാണ്, പക്ഷേ ഹൈ പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത്. വോളിയം വളരെ ഒരാഴ്ചയായിട്ട് മിക്ക പ്രോജക്റ്റിലും കുറവാണ്. ഇനി എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് BNBക്കകത്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ ഡൗണിലോട്ട് വീഴാം. ഇനി അടുത്ത് വസീറസ് ടോക്കൺ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക. 0.20 നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി 0.10 ഒക്കെ വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഏകദേശം 0.39 ആ ഒരു റേഞ്ച് വന്നിട്ട് വീണ്ടും 0.16 വന്നിട്ട് ഇപ്പോൾ 0.20 ആണ് നിൽക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈം ബൈ ചെയ്ത് വെക്കാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വസീറസ് ടോക്കൺ വീണ്ടും 0.10 ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. ഇനി അടുത്ത് ഡോഗി ഏകദേശം 0.12 വന്നിട്ട് വീണ്ടും 0.17 0.15 ആണ്. റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗിക്കകത്ത് റിസ്ക് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോഗിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സെൽ ടാർഗറ്റ് $1 മുകളിലാണ്. 0.05 ഡോഗി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് EOS 0.77 ആണ് നിൽക്കുന്നത്. ഏകദേശം EOS 1.36 വരെ പോയിട്ടുണ്ടായിരുന്നു. EOS ഒക്കെ ഏകദേശം $8 മുകളിൽ പോകുന്നതായിരിക്കും. പക്ഷേ റിസ്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ ആൾട്ട് പ്രോജക്റ്റ് എന്ന് പറയുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 70-100% ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ബൈ ചെയ്യുക ബിഗിനേഴ്സ് ആണെങ്കിൽ. ഇനി അടുത്ത് MXC ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരു $8-15 ഇടയിൽ വരെ വേണമെങ്കിൽ MXC പ്രോജക്റ്റ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.80 $1 റേഞ്ചിലാണ് ബൈ റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത അയോട്ട 0.20 താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം വേണമെങ്കിൽ ബൈ ചെയ്യാം. 0.14 ഞാൻ പറഞ്ഞതാണ്. അയോട്ട താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. 0.14 നിങ്ങൾക്ക് എൻ്റെ ടോപ്പ് പോയത് 0.41 ആണ്. ഇപ്പോഴും 0.20 ആണ്. താല്പര്യമുണ്ടെങ്കിൽ അയോട്ട വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. കാരണം ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം അയോട്ട ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഇനി അടുത്ത് ഫയൽ ടോക്കണും $5 റേഞ്ചാണ് നിൽക്കുന്നത്. $5.5 റേഞ്ചാണ്. താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾട്ട് പ്രോജക്റ്റ് എല്ലാം തന്നെ 70-80% 100% തന്നെ ഡൗണിലോട്ട് വീഴാനുള്ള സാഹചര്യം കൂടുതലാണ്.
ഇനി അടുത്ത് എക്സ് ആർ പി എന്ന് പറയുന്നത് 0.40 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 0.30 റേഞ്ചിലൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒക്ടോബർ 2022 0.30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം അതിൻ്റെ ടോപ്പ് പോയ പ്രൈസ് എന്ന് പറയുന്നത് 0.94. എല്ലാ പ്രോജക്റ്റും തന്നെ ഞാൻ പറഞ്ഞതിനേക്കാളും നമുക്കൊരു 100% ആവറേജ് മിക്ക പ്രോജക്റ്റും തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ വെർജൊക്കെ നല്ല രീതിയിൽ തന്നെ ഹൈ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് വെർജ് എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം 2343 നിന്നും 2200 അല്ലെങ്കിൽ 2100 വരെ പെട്ടെന്ന് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന രീതിയിൽ പെട്ടെന്ന് വേണമെങ്കിൽ സ്ലിപ്പായിട്ട് വേണമെങ്കിൽ ഡൗണിലോട്ട് വീഴാം. അങ്ങനെ വീഴുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഡൗൺ ആവുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഡൗണിലോട്ട് വേണമെങ്കിൽ വീഴാം. ഓക്കെ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് വീഴാതെ സൈഡ് വേസ് ആണ് നിൽക്കുന്നുവെങ്കിൽ ഏറ്റവും ടോപ്പ് ഹൈ ആയിട്ടുള്ള 2400 ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക.